ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ആപ്പിൾ കൊണ്ട് നമുക്ക് പ്രാവശ്യം ഓണത്തിനായിട്ട് ഇതേപോലെ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഞാൻ കിസ്മിസ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വാട്ടർമെലൻ്റെ സീഡ്സ് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നല്ലോണം ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ട് നമുക്കത് ഇതിൽ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ അതേപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ തൊലി കളഞ്ഞ ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ അതേപോലെ ചെയ്യുന്ന ആ സമയത്ത് മാത്രം നിങ്ങൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ കറുത്തു പോകും. മുമ്പിൽ നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കരുത്. അതേപോലെ അടുപ്പിൽ നിങ്ങൾ പാത്രം വെച്ച ശേഷം പെട്ടെന്ന് നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കറുത്ത കളറായി പോകും ആപ്പിൾ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ നെയ്യിൽ തന്നെ ആപ്പിൾ ഇത് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ മധുരം ഉള്ളതാണ്, കുറച്ചും കൂടി ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് ഇതിൽ ഞാൻ 1 ലിറ്റർ അളവ് പാൽ ചേർക്കുന്നുണ്ട്. ആ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഞാൻ സേമിയ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത സേമിയാണ്. 2 ടേബിൾ സ്പൂൺ അളവ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സേമിയ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആപ്പിളിൻ്റെ ഗ്രേറ്റ് ചെയ്തത് നമ്മൾ വഴറ്റി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ആപ്പിളിൻ്റെ അത് നല്ലോണം ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പൊന്ന് കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവ് ഏലക്കാപ്പൊടിയും നമ്മൾ ആദ്യം നട്ട്സ് നെയ്യിൽ വഴറ്റി വെച്ച ആ നട്ട്സ് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിള വന്ന് ഈ ഒരു ലെവലിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടാറുമ്പോൾ വീണ്ടും നല്ലോണം ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിവിടെ നല്ല ടേസ്റ്റായിട്ടുള്ള ആപ്പിൾ കൊണ്ടുള്ള ഒരു പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോർമൽ സേമിയ പായസത്തിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ആ ആപ്പിൾ നമ്മൾ ഇടയിൽ കഴിക്കുമ്പോൾ ആ കടി വിട്ട് കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ വരുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നെയ്യിൽ വഴറ്റി വെച്ചിട്ടുള്ള ആ നട്ട്സ് ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടോ പിസ്ത ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.